സ്വാഭാവികമായിട്ടും ഞാൻ ഈ ഡാൻസിനോട് അത്ര പരിചയമുള്ള ആളല്ല. ഞാൻ ഡാൻസൊന്നും പഠിച്ചിട്ടില്ല, മറ്റേ കലാമണ്ഡലത്തിലൊന്നും. അതുകൊണ്ട് പൊതുവെ മടിയാണ്. പിന്നെ സാറ് പറഞ്ഞ ധൈര്യം തന്നു. പിന്നെ എന്തോ ആവട്ടെ വന്ന് പെട്ടുപോയില്ല എന്ന് വിചാരിച്ചാൽ ചെയ്തു പോയത്. അതുകൊണ്ട് അതിന്റെ 3 ഇരട്ടി ഉണ്ടായിരുന്നു. ഞാനതിന് ഇറങ്ങി പുറകോട്ട് വന്നതാണ്. ഡാൻസ് മാസ്റ്റർ കാര്യം കൈ പിടിച്ചു. അതിപ്പോ എത്രത്തോളം മോശമായിട്ടുണ്ടോ അത്രത്തോളം ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കും. അതൊരു ഫാൻ ബോയ് മൂവ്മെന്റ് ആണ് എന്റെ. പ്ലസ് പടത്തിലൊരു ഡയലോഗ് ഉണ്ട്, ഡാൻസ് എന്ന് പറഞ്ഞ ഒരു വീക്ക്നെസ് ആണ് സാർ ഡോമിനിക്കായിട്ട് പറയുക. അപ്പൊ ഇത് വേണമെന്ന് ഞാൻ ഭയങ്കര ഒരു ഡാൻസ് കാണാൻ വേണ്ടി അത് ഇട്ടിട്ടുണ്ട്. സിനിമ ഇതെല്ലാം നമുക്ക് ഇഷ്ടമുള്ളതുണ്ട്. അതേ ഉള്ളൂ. നമ്മൾ എല്ലാവരും ഡാൻസ് കളിക്കും. ഈ കുറെ വർഷം മുമ്പ് ഒരു കഥ പറയാൻ വന്നിട്ടുണ്ടല്ലോ ജിക്ക്. അപ്പോ നമുക്കിപ്പം നറേറ്റ് ചെന്നപ്പോഴും അതെവിടെയെന്ന് ആദ്യം ചോദിച്ചെന്ന് കേട്ടെ. ശരിക്കും ആ ടൈമിൽ കേട്ട കഥ ആ കഥ ഇതുപോലൊരു പോലീസ് ഓഫീസറുടെ കഥയാണ്. ഇതുപോലെ റിട്ടയർഡ് പോലീസ് ഓഫീസറാണ്. ഇതല്ല കഥ. അതൊരു സീരിയൽ കില്ലറിന്റെ കണ്ടുപിടിക്കേണ്ട ഒരു കഥയാണ്. നല്ല രസമുള്ള കഥയാണ്. അതൊരു 10-20 വർഷമായിരുന്നു അല്ലേ? 2005. 20 വർഷം കിട്ടി. അന്ന് അനുപ് എഴുതിയ കൊണ്ടുവന്ന കഥയാണ്. പുള്ളി പക്ഷേ കഥ പറഞ്ഞ് ഞാൻ കുറച്ച് ആവേശഭരിതനായിട്ട് പിന്നെ പുള്ളി ആ ഭാഗത്തേക്ക് വന്നിട്ടില്ല. പിന്നെ ഇവിടെയാണ് പോകുന്നത്. പക്ഷെ നല്ല കഥയാണ്. പക്ഷെ അത് റിട്ടയർഡ് പോലീസ് ഓഫീസറാണ്. റിട്ടയർഡ് അല്ല, ഇയാളെ സസ്പെൻഡാണ്. റിട്ടയറിംഗ് പോലീസാണ്. റിട്ടയർമെന്റ് ആണ്. ഇനിയിപ്പൊ പുള്ളി അത് കഴിഞ്ഞെടുത്ത് വേറെ കഥകളുണ്ടല്ലോ. അതൊക്കെയൊന്നും പറ്റുമല്ലോ. അതുകൊണ്ടാണ് ഇന്നോട് പോയതെ തിരിച്ചു വിളിപ്പിച്ചത്. ഞാൻ തിരിച്ചു വിളിച്ചിട്ടില്ല പുള്ളിയെ. പുള്ളി പോയിട്ടില്ല. എന്റെ പുള്ളിയെ പോയി. പുള്ളി പോയിട്ട് പുള്ളി തിരിച്ചു വന്നു. ഞാൻ പറഞ്ഞു വിട്ടെങ്കിലല്ലേ നമുക്ക് അവിടെ പോയത് പെട്ടെന്ന് തിരിച്ചു വന്നതുകൊണ്ട് അപ്പൊ അത്രമാത്രം ഇഷ്ടപ്പെട്ടു കഥയെന്നാണ് മനസ്സിലായത്. കഥ നമുക്ക് ഇഷ്ടപ്പെടും. നമുക്ക് മാത്രമാണല്ലോ ഇഷ്ടപ്പെടുന്നത്. ബാക്കിയുള്ളവർ കണ്ടു കഴിഞ്ഞിട്ട് അവരുടെ ഇഷ്ടം നമ്മൾ സിനിമ ആയതിനു ശേഷമായിരിക്കും. നമ്മൾ ആദ്യമായിട്ട് ഇംപ്രസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ എടുക്കുന്നത്. അത് ശരിയാവാൻ തെറ്റാണ്. കുറെ ഡിസ്കസ് ചെയ്തു. സാർ പറയുന്ന പോലെ നമ്മൾ കഥ പറഞ്ഞിട്ടും പ്ലസ് ഷൂട്ട് നടക്കുമ്പോൾ കുറെ നമ്മൾ സാറിന്റെ അടുത്ത് കുറെ വിഷയങ്ങൾ ചോദിക്കും. ഇനിയും കുറെ ഉണ്ടായിരുന്നു. പക്ഷെ ഒരു ലൈനിൽ ഒരു മീറ്റർ നമ്മൾ ക്രോസ് ചെയ്യേണ്ട എന്ന് മൈൻഡിലുണ്ടായിരുന്നു. നമ്മൾ ഈ പടം കാണുമ്പോൾ ഐ തിങ്ക് ദാറ്റ് ഇസ് എവറി ആക്ടേഴ്സ് വാട്ട് ആൻ ആക്ടർ ബ്രിങ്സ് ടു ടേബിൾ. നമ്മളൊരു 10-15 സെക്കൻഡ്സിൽ മമ്മൂക്ക വന്നിട്ട് നമ്മൾ ഡോമിനിക്കിന്റെ ഉള്ളിൽ പോകും. And that was in that first scene itself. As I was directing also, I felt that I forgot Mammootty sir and I started believing that this is Dominic, and now how am I going to treat Dominic? So pop culture reference ആയിട്ട് നമ്മൾ കുറെ സ്ക്രിപ്റ്റ് ഉണ്ടായിരുന്നു. ഈ വാപ്പച്ചീസ് ലെഗസിയും ഈ നാസയ്ക്ക് വേണ്ടി സോഫ്റ്റ്വെയർ അങ്ങനത്തെ കുറെ വിഷയങ്ങൾ ഓൾറെഡി സ്റ്റോറി ഉണ്ടായിരുന്നു. നമ്മുടെ കൂടെ ഉണ്ട്. അതുകൊണ്ട് കറക്ഷനൊക്കെ അത്യാവശ്യം ചോദിച്ചു കഴിഞ്ഞാൽ ചെറുതായിട്ട് അവർ തരും. അത് നമുക്ക് നന്നാക്കാം അല്ലെങ്കിൽ ചെയ്തേക്കാം. നാസയെ കൊണ്ടല്ലോ ഓൾറെഡി. നാസയെ കൊണ്ട് ഓൾറെഡി ഉണ്ട്. So അങ്ങനെ കുറെ ഡിസ്കസ് ചെയ്തിട്ട് we thought we'll keep a few things and we'll keep it on the meter also.